നമസ്കാരം. അപ്പോൾ നമ്മുടെ മറ്റൊരു ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിവിടെ അലാസ്കയിൽ ഇവിടെയാണ് സ്കാഗ്വേ ആണ് സ്ഥലം. അപ്പോൾ ചെറിയ സമയം കിട്ടിയപ്പോൾ നമ്മൾ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. അതിലുള്ള അലാസ്കൻ കിങ് ക്രാബ്ലെറ്റ്സ്, ഫിഷ്, ഹാലിബൂട്ട്, പിന്നെ ഇതൊക്കെ കാണും. പിന്നെ നമ്മൾ കപ്പലിൽ നിന്ന് ഇറങ്ങി തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ഇതേമാതിരി ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഏരിയ ക്ലൈമറ്റും നല്ലതാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വന്നപ്പോൾ ആ ഗ്ലേഷ്യർ കാണിച്ചു തന്നില്ലേ, അപ്പോൾ അവിടെ ചെറിയ ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ കാലാവസ്ഥയ്ക്ക് അടിമനോഹരമാണ്. ചെറിയ ചാറ്റൽ മഴയുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ട്രെയിൻ ഉണ്ട്, ഞാൻ കാണിക്കാൻ മറന്നു കേട്ടോ. കൂടി കണ്ടില്ലേ, ഗോൾഡ് റഷ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടേക്ക് പോകുന്ന ട്രെയിൻ. ഉള്ളൻ ക്രീക്ക് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടോട്ടെ ഇവിടെ, അതായത് ഇങ്ങനത്തെ പ്രകൃതി രമണീയമായ ഏരിയയാണ് ഇത് മുഴുവൻ. ഇതിൽ ചിലപ്പോൾ നമ്മൾ സൂക്ഷിച്ച് നടക്കാൻ വേണം. ഇവിടെ കരടി ഉണ്ടല്ലോ, കരടി, അതൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ഭംഗി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മളിങ്ങനെ ചുറ്റി നടന്ന് കാണേണ്ട കാഴ്ചകളായിട്ടും കൂടുതൽ കണ്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നിന്ന ഇപ്പുറത്തെ വ്യൂ ആണ്. നമ്മൾ നേരത്തെ കണ്ട വീഡിയോസ്. സ്കാഗ്വേ ഡൗൺ ടൗൺ ആണ് യൂക്കോൺ റൂട്ട്. അതായത് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിക്കാം, അതിൻ്റെ ഒരു ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇതാണ് അതിൻ്റെ കറക്റ്റ് പേര്, വൈറ്റ് പാസ് യൂക്കോൺ റൂട്ട്. അപ്പോൾ ഞാൻ പക്ഷേ അവിടെ ടൂർ പോയിരുന്നു, അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ വോയിസ് ഇല്ല. ഇൻസ്റ്റയുടെ നമ്മുടെ പേജിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു മനോഹരമായ സ്ഥലമാണ്. അത് മൊത്തം മഞ്ഞ് കൂണി കിടന്ന സ്ഥലമാണ്. ഇപ്പോൾ അതിൻ്റെ മഞ്ഞൊക്കെ ഉരുകിപ്പോയി. ഇപ്പോൾ തണുപ്പ് എന്ന് പറയുന്നത് ഇവർക്ക് തണുപ്പല്ല. ഇവിടെ സമ്മർ ടൈമിനാണ് നമ്മളവിടെ തണുപ്പായിട്ട് നമുക്ക് തോന്നുന്നത്. കാരണം ഇവിടെ 12, 16 ആയിക്കഴിഞ്ഞാൽ ഇവർക്ക് സമ്മറായി. ഇവിടെ 16 ഡിഗ്രിയൊക്കെ വന്നു കഴിഞ്ഞാൽ. ഇവിടത്തൊക്കെ -ഡിഗ്രിയാണ് ഇവിടെ വിൻ്റർ ടൈമിൽ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വെച്ചാൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്, അത് കഴിഞ്ഞ് അത് ഗവൺമെൻറ് ഏറ്റെടുത്ത് ഒരു ഇങ്ങനത്തെ ട്രെയിലാക്കി. ട്രെയിനിൻ്റെ എൻജിനാണ് ആദ്യ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. അതായത് ഇവിടെ ഐസ് വന്ന് മൊത്തം ഈ ട്രാക്കൊക്കെ പോവും. അപ്പോൾ അതിന് വേണ്ടി ഒരു ഐസ് നീക്കുന്നതിനുള്ള ഒരു സാധനം ഇതിൻ്റെ ഫ്രണ്ടിൽ. ഇതിനൊക്കെ കുറേ പേരുണ്ട് കേട്ടോ, അതൊന്നും കറക്റ്റായിട്ട് അറിയില്ല. എന്നിരുന്നാലും നമ്മൾ കാണാം വീഡിയോസൊക്കെ. മുന്നേ ട്രെയിനിൻ്റെ ഫ്രണ്ട് സൈഡ്, അതായത് ഇത് ഈ റെയിൽവേ ട്രാക്കിൽ ഐസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഇത് കളയാൻ വേണ്ടി ഇതാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഇത് പഴയ എൻജിൻ, അത് ഫസ്റ്റ് ഇവരുടെ ഗോൾഡ് റഷ് ടൈമിൽ ആൾക്കാരുകൾ ഇങ്ങനത്തെ എൻജിനാണ് ഉപയോഗിച്ചിരുന്നത്, പണ്ട് കാലത്തെ റെയിൽവേ എൻജിൻ. ഇപ്പോൾ എൻജിനൊക്കെ മാറിയിട്ട് ഇപ്പോഴും ഡീസൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്, എന്നാലും കുറച്ചുകൂടി മോഡിഫൈ ചെയ്തതാണ്. നേരത്തെ കണ്ട ആ പറഞ്ഞ കാര്യത്തിൻ്റെ ഇപ്പോൾ കണ്ട എൻജിൻ ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ ഇവിടെ കാണുന്ന എൻജിൻ, അത് അവർ ഉപയോഗിച്ചിരുന്ന ടൈമിൽ ഒരു ചെറിയൊരു പുഴയ പിക്ചറാണ് ഉണ്ടാകുന്നത്. ഈ ഭാഗത്താണ് അതിൻ്റെ ഫ്രണ്ട് സൈഡ് സാധനം. ഈ ഭാഗം തിരിഞ്ഞ് ഐസൊക്കെ ഇതിൻ്റെ റെയിൽവേ ട്രാക്കിൽ നിന്ന് അത് ക്ലിയർ ചെയ്യും. മോനുമെൻറ്റ് ഇങ്ങനെ കുറേ സ്കാഗ്വേയുടെ പഴയ ഒരു
ജീവിതശൈലിയുടെ കുറച്ച് ഫോട്ടോസൊക്കെയാണ്. പിന്നെ പഴയ സ്കാഗ്വേ, ബ്രോഡ്വേ സ്കാഗ്വേ 1897 ഫോട്ടോസുണ്ട്. ഇനി നമുക്ക് സ്കാഗ്വേ ഡൗൺ ടൗണിൽ കൂടെ ജസ്റ്റ് ഒന്ന് നടക്കാം. ഇവിടെ എപ്പോഴും നമ്മൾ സീസൺ ടൈമിൽ ഇപ്പോൾ ക്രൗഡഡ് ആയിരിക്കും. ജ്വല്ലറി ഭയങ്കര ഫേമസ് ആണ് ഇവിടെ. ഇത് ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു സോവനീർ വാങ്ങാൻ തന്നെ എക്സ്പെൻസീവാണ്. പിന്നെ നമ്മളൊരു സിം കാർഡ് വാങ്ങണം, ഡാറ്റ വേണം എന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചപ്പോൾ അത് $15 നമ്മൾ സിമ്മിന് മാത്രം. ഇത് മാത്രം എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മൾ റീചാർജ് ചെയ്യണം, കോൾ ചെയ്യാനോ ഡാറ്റയ്ക്കോ റീചാർജ് ചെയ്യണം. അതിന് മിനിമം $35 ഇങ്ങനെ സ്റ്റാർട്ടിങ്. അതായത് നമുക്ക് $50 വേണം നമുക്ക് ഒരു സിം ആക്ടിവേഷൻ ചെയ്ത് ഡാറ്റയൊക്കെ കിട്ടണം. അതിന് ഇവിടുത്തെ സ്പെഷ്യൽ റേറ്റ് ആണോ അതോ ഇനി ഇവർ അഡീഷണൽ വാങ്ങുന്നതാണോ എന്ന് അറിഞ്ഞൂടാ. ഞാൻ AT&Tയുടെ കാർഡല്ല, AT&T ആയിട്ട് അലയൻസ് ഉള്ളൊരു കാർഡാണ് അന്വേഷിച്ചത്. ഇവിടെ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ്, ഇത് സിൽക്ക് കോട്ട്. പിന്നെ കുറേ ഇന്ത്യക്കാരുണ്ടോ, നമ്മുടെ ജ്വല്ലറി ടീമുകളൊക്കെ ചെയ്യുന്നത് ഇന്ത്യക്കാരുണ്ടോ? ഒട്ടുമിക്ക നോക്കി കഴിഞ്ഞാലും ഇവിടെ ഇന്ത്യക്കാർ കുറേ കാണാം. നോർത്ത് ഇന്ത്യൻസ് ആണെന്ന് തോന്നുന്നു കുറച്ച് പേര്. അലാസ്കയിൽ കുറേ ഇന്ത്യക്കാരുണ്ട്. ഇവിടെ മ്യൂസിയം ഉണ്ട്. പിന്നെ മൊത്തം ചെറിയ മഴയൊക്കെ പോയത് അടിപൊളിയായിട്ട് ഇത് പഴയ എൻജിനൊക്കെ വെച്ചല്ലേ കണ്ട പിള്ളേരെല്ലാം അവിടെ കളിക്കുന്നുണ്ട്. വൈറ്റ് പാസിന് മറ്റേ നമ്മൾ നേരത്തെ കണ്ട റെയിൽവേയുടെ ഇതിലേക്ക് മുൻപ് സാധനങ്ങൾ കൊണ്ടുപോകാനും കുടിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന എൻജിനാണ്. അപ്പോൾ ഇതൊരു മ്യൂസിയത്തിൽ ഇവർ ഇതിന് വെച്ചിട്ടുണ്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നോ ക്ലൈമ്പിംഗ് ഓൺ ട്രെയിൻ. പക്ഷേ ഇവിടുത്തെ പിള്ളേരുകളാണ് ഒക്കെ ഇവിടെ കയറി ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ല പുള്ളൻ പാർക്ക് എന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ അപ്പോൾ പറഞ്ഞപ്പോൾ എനിക്ക് പിടുത്തം കിട്ടില്ല. ഇപ്പോൾ ഞാൻ നടന്നു വന്നപ്പോൾ പുള്ളൻ പാർക്ക് എന്ന് പറഞ്ഞാൽ ഇവരുടെ ചിലപ്പോൾ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. ഹാരിയറ്റ് പുള്ളൻ ആൻഡ് ദ പുള്ളൻ ഹൗസ് ഹോട്ടൽ, ചിലപ്പോൾ അവിടെ ആയിരിക്കും അത് ഇരുന്നിരുന്നത്. ഓർമ്മയ്ക്കായിട്ട് ചിലപ്പോൾ ആ ഏരിയയിൽ അവർ ചിലപ്പോൾ ഇത് വെച്ചതായിരിക്കും. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കിയാൽ പഴയ ഇത് കണ്ട മരവും ചെറിയ ഇതിൻ്റെ സ്ട്രെങ്ത്ത് മരം കൊണ്ടുള്ള വീട്. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് നമ്മുടെ പാലത്തിൽ കൂടെ നമ്മൾ നേരത്തെ കണ്ട റെയിൽവേ വീണ്ടും ക്രോസ് ചെയ്യുമ്പോൾ ഓക്കെ നമുക്കിവിടെ എവിടെ പോലും ഇങ്ങനത്തെ ചെറിയ അരുവികളും പാലങ്ങളും മരത്തിൻ്റെ പാലങ്ങളും കാണാം. ഇവിടെയാണ് ഇത് ക്രോസ് ചെയ്യുന്നത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് രണ്ട് സൈഡിലോട്ടും നോക്കിയിട്ട് ടൈം വരുന്നുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ട് ക്രോസ് ചെയ്യണം. പിന്നെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സാധനം സുനാമി വാക്കേഷൻ ഏരിയ. ഇതൊരു ചെറിയൊരു സാധനം പറഞ്ഞൊക്കെ പൊട്ടി ആളുടെ മെത്ത് കയറി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പോകും. അല്ല ലോവർ ആൻഡ് അപ്പർ ലേക്ക്, സ്റ്റഡ്ജസ് ലാൻഡിങ്, അപ്പർ റെഡ് ഫോൾസ്, ഐസി ലേക്ക്. അതായത് ഐസി ലേക്ക് ഞങ്ങൾ നേരത്തെ പോയി കണ്ടിരുന്നു. ഐസി ലേക്ക് എന്ന് പറഞ്ഞാൽ പൈസ ഒന്നുമില്ല. കാരണം അത് നമ്മൾ എന്താ പറയുക, നമ്മൾ ആദ്യം പോകുമ്പോൾ നമ്മൾ വിൻ്റർ ടൈമിൽ വരുമ്പോൾ മുഴുവൻ ഐസായിരിക്കും. ചെറിയൊരു വ്യൂ. ഇവിടുത്തെ നമുക്ക് കുറച്ചും കൂടി മേലോട്ട് പോകട്ടോ. നമുക്കിങ്ങനെ അതെ ഈ വഴി കൂടെ അങ്ങനെ നടന്നു പോകും. ആൾക്കാർ നടന്നു പോകണില്ലേ, ആ വഴി കൂടെ നമുക്ക് പോകാം. കാടിൻ്റെ ഭംഗി നമുക്കിങ്ങനെ ആസ്വദിക്കാം. കാടിൻ്റെ ഭംഗി ഇത് ഡേഞ്ചർ കാടാണ്. ഞാൻ ആദ്യം വരും ഇവിടേക്ക് മൊത്തം വെള്ളമായിരുന്നു കേട്ടോ. ഇപ്പോൾ വെള്ളമൊന്നുമില്ല. കാരണം വെള്ളമൊക്കെ നമ്മൾ മഞ്ഞിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് വെള്ളമുള്ളൂ. ഇത് ഡേഞ്ചർ ഏരിയ എന്ന് പറയാൻ കാരണം നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടോ ഒന്നുമില്ല. ഇവിടെ കരടി ഉണ്ടല്ലോ, കരടികൾ ഇവിടെ അവിടെ ഉണ്ടാവും. ആദ്യത്തെ പ്രാവശ്യം ഞാൻ പോയപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫുൾ കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പോൾ ആദ്യം എനിക്ക് വഴി മാറിപ്പോയി. അപ്പോൾ ഞാൻ പാതി എത്തിയപ്പോൾ ഒരു കിലോമീറ്റർ ഉള്ളിൽ പോയിട്ട് ഒന്നും മനസ്സിലാവട്ടെ ഞാൻ തിരിച്ചു പോകും. അത് കഴിഞ്ഞ്
രണ്ടാമത്തെ പ്രാവശ്യം പോയപ്പോൾ എനിക്ക് കരയുടെ ബോധം ഇല്ലാത്തതുകൊണ്ട് നമ്മളപ്പോൾ ഒറ്റയ്ക്ക് ഒരു ക്യാമറ പിടിച്ചുകൊണ്ട് നടന്നുപോയി. ഇത് പോയി കറങ്ങിയടിച്ച് ഒറ്റയ്ക്ക് തന്നെ കുറേ ഉള്ളിലൊക്കെ പോയി കറങ്ങിയടിച്ച് തിരിച്ചു വന്നിട്ടാണ് പറഞ്ഞത്. ഞാൻ ഇറങ്ങുന്ന സമയത്ത് കയറുന്നതാണ് അവിടെ എന്തെങ്കിലും കരടീനെ അങ്ങനെ കണ്ടോ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ 2-3 കരടീനെ കണ്ടു എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഡേഞ്ചർ പ്ലേസ് എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് കുറേ പേര് പോകുന്നുണ്ട്. നമ്മൾ കുറച്ചുകൂടി പോയിട്ട് അടുത്ത വീഡിയോ എടുക്കാം. കണ്ടോ, നമ്മളിനി മേലോട്ട് കുറേ കയറി പോകാനുണ്ട്. നമ്മൾ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ദേ കണ്ടോ, ഈ വഴിക്ക് നമ്മൾ പോകുന്നത്. അതായത് ഇവിടെ നടക്കാൻ ഇഷ്ടമുള്ളവർക്ക് നടക്കാനുള്ള കുറേ ഏരിയുണ്ട്. നടന്ന് മസിക്കേടാവും. അപ്പോൾ ഞാൻ ഇത് ജാക്കറ്റായിട്ട് വശർത്ത് തുടങ്ങി. അപ്പോൾ അത് മാറ്റി വീണ്ടും നമ്മൾ ജാക്കറ്റ് ഊരണോ എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കട്ടെ, എന്തായാലും ചൂടെടുക്കണ്ട. അപ്പോൾ നമ്മുടെ ജാക്കറ്റ് നമ്മൾ ഊരി വ്യൂ പോയിൻ്റ് ഉണ്ട്, അത് കാണിച്ചു തരാം. ഞാൻ ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കാം. നമ്മൾ നേരത്തെ കണ്ട 2 ഷിപ്പുകൾ എവിടെയുണ്ട് ഉണ്ടോ, കാണാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ ഇത് നമുക്ക് ഇതിങ്ങനെ കയറി പോകണണ്ട. ഇവിടുന്ന് കുറച്ച് നല്ല വ്യൂ ആണ് കണ്ടോ. 2 ഷിപ്പുകൾ കാണാം. പിന്നെ ആ ദൂരെ കാണുന്നത് ഇവിടുത്തെ എയർപോർട്ട്. സൂം ഔട്ട് ചെയ്യാം, എന്നാൽ കുറച്ചുകൂടി കാണാൻ പറ്റും. ഇങ്ങനെ കയറി നമുക്ക് കുറച്ചാടിലോട്ടാ തുടക്കമാണത്. കാരണം നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ 2-3 മൈലുകൾ തരാനുണ്ട്. 3 4.5 മൈലോ ഉണ്ട്. നമ്മൾ കുറച്ചുകൂടി മേലത്തേക്ക് കഴിയുമ്പോൾ പല സൈഡിലേക്കും നമ്മൾ തിരിഞ്ഞ് പോകും. കാരണം അവിടെ റിവർ കാണാനുള്ള വഴിയുണ്ട്, പിന്നെ വെള്ളച്ചാട്ടം കാണാൻ വേറെ വഴി, അങ്ങനെ കുറേ ഇതുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് തിരിഞ്ഞു നോക്കാം. കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കയറി മുകളിലോട്ട് കയറി പോകണം. ഇവിടെ ഇത് ഞാനത് ഫുള്ള് കയറുന്നില്ല, കാരണം നമുക്ക് സമയമില്ല, തിരിച്ചു പോകേണ്ട സമയമില്ലേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ മുന്നേ പോയിരുന്ന വീഡിയോ കുറച്ച് നല്ല വീഡിയോസ് ഉണ്ടായിരുന്നു. അത് ഞാൻ മാക്സിമം എഡിറ്റ് ചെയ്ത് ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് ചെറിയൊരു ഐഡിയ കിട്ടും. കാണാൻ രസമുണ്ട്, വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ കൂടിയിട്ട്. ശരി, അപ്പോൾ കണ്ടെല്ലാവർക്കും താങ്ക്സ്.